ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. ദർശുട്ടൻ രാവിലെ ഇവിടെ എഴുന്നേറ്റ് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണേ. അപ്പം ജിത്തിനിപ്പോൾ പകൽ ജോലി ഇല്ലാത്തതുകൊണ്ട് ജിത്തിന് വൈകിട്ട് 5 മണിക്കാണല്ലോ ജോലി. അപ്പം ഞാൻ രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങാറുണ്ട്. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ദർശുട്ടൻ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. അപ്പം അമ്മയാണേ നോക്കുന്നത്. അമ്മയ്ക്ക് 9 മണിയൊക്കെ ആകുമ്പോൾ പോകണം കേട്ടോ. അപ്പം അതുവരെ അമ്മ നോക്കും. പിന്നെ അപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഞാനാണേ നോക്കുന്നത്. വീടിൻ്റെ ലുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മെയിൻ പണിയാണല്ലോ പല്ല് തേപ്പ്. അപ്പോൾ പല്ല് തേച്ച് മുഖം കഴുകിയിട്ടൊക്കെയാണ് ബാക്കി പണികൾ തുടങ്ങുക. അപ്പം നേരെ ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണേ. അപ്പം ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജിത്ത് പറഞ്ഞു ഇന്ന് പഴങ്കഞ്ഞി വേണമെന്ന്. അപ്പം നമുക്ക് പഴങ്കഞ്ഞി ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ തൈരുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി ഇച്ചിരി കുറവായിട്ടാട്ടോ എടുത്തത്. എനിക്കാണെങ്കിൽ കുഞ്ഞുള്ളി ആയതുകൊണ്ട് അത്രയും പൊളിക്കാനായിട്ട് സുഖം തോന്നിയില്ല. അതുകൊണ്ട് കുറച്ചെടുത്തിരിക്കുന്നതാണ്. എനിക്ക് ആദ്യമേ പഴങ്കഞ്ഞിയൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ട്രെൻഡായി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പഴങ്കഞ്ഞി കുടിച്ച് തുടങ്ങിയത്. ഞാൻ കടയിൽ നിന്ന് കുടിച്ച് തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറി കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ ട്രൈ ചെയ്യുവാണെങ്കിലും എനിക്ക് തൈര് മസ്റ്റാട്ടോ. തൈര്, ഉള്ളി പിന്നെ പച്ചമുളക്. രാവിലെ തന്നെ കുറച്ച് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ വരുന്ന നല്ല തണുപ്പാണ്. അപ്പം ചൂട് സമയം കൂടിയല്ലേ, അപ്പം നമുക്ക് വയറ്റിലൊരു ആശ്വാസം കിട്ടുവേ. ഈ പഴങ്കഞ്ഞിക്ക് ടച്ചിങ്സായിട്ട് ഞാൻ ഉണക്കമീൻ മത്തിയാണേ, അത് വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം കൂടി പൊള്ളിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അത് രണ്ടുമാണ്. പിന്നെ അച്ചാറ് നമുക്കിവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് മൂന്നാണ് ടച്ചിങ്സായിട്ട് വരുന്നത്. ഞാൻ പൊരിക്കാനായിട്ട് കുറച്ച് എണ്ണയായിട്ട് എടുക്കുന്നത്. ജിത്തിന് കഴിക്കാൻ പാടില്ല ഒരുപാട് ഓയിലായിട്ടുള്ളത്. ഇത്രയും എണ്ണയിൽ മീൻ പൊരിക്കാനായിട്ട് പാടാണേ. അപ്പം നമുക്ക് ഉണക്കമീനും കൂടി ആയതുകൊണ്ട് ഓൾറെഡി ഉണങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പൊട്ടിത്തെറിച്ച ഗ്യാസ് സ്റ്റവ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ മേടിച്ചത് പ്രസ്റ്റീജിൻ്റെ ആണേ. പിന്നെ നേരത്തതിൽ 3 ബർണറായിരുന്നു ഉള്ളത്, ഇതിൽ 2 ഉള്ളേ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് മേടിച്ചത്. എനിക്ക് ഓട്ടോമാറ്റിക്കാണ് എളുപ്പം. ലൈറ്റർ വെച്ച് കടിക്കുന്നത് എനിക്ക് പാടാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്ലാസ്സിന് തന്നെ 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതലും മേടിച്ചത്. മറ്റേത് നമ്മൾ 2 വർഷം കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് പെട്ടെന്നാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഇനി കഴിക്കാനായിട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. അപ്പോൾ പഴങ്കഞ്ഞിയും പൊരിച്ച മീനും കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇനി അപ്പോഴത്തേനും ദർശുട്ടനാണെങ്കിൽ വന്ന് നോക്കുവാണെങ്കിൽ ഇതെന്തോ സംഭവം. അപ്പോൾ ആൾക്കൊന്ന് തൊട്ട് നോക്കണം കേട്ടോ. തൊട്ട് നാക്കിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം എന്തുവാ സാധനം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പപ്പടം കൂടി പൊള്ളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം കഴിക്കാനൊക്കെ ഉള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ജിത്തിനെ വിളിക്കണം. ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പം കഴിക്കാനായിട്ട് പോവുകയാണേ. പിന്നെ ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കുന്നതിന് വേറെ സുഖമാണ്. അപ്പോൾ പഴങ്കഞ്ഞിയും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇരുന്ന് പഴയ കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നേ. അച്ഛനായിട്ട് മെയിനായിട്ട് ഇങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി. അമ്മ ലാസ്റ്റായിരിക്കുമേ കഴിക്കുന്നത്. ഞാൻ, അച്ഛൻ, അനിയത്തി, ഞങ്ങൾ 3 പേരും കൂടി താഴെ ഇരുന്ന്. അച്ഛനും ഇതണക്ക് തന്നെയാണ്. ഒരുപാട് കറികളൊക്കെ വേണമായിരുന്നു. മീൻ കറി, മീൻ പൊരിച്ചത്, പിന്നെ പുളിശ്ശേരിയോ പിന്നെ പപ്പടം, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം താഴെ ഇരുന്ന് ഇങ്ങനെ കറികളൊക്കെ നിരത്തി വെച്ച് കഴിക്കാനൊരു വേറെ രസമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് തന്നെ കുറച്ച് എനർജി ഒന്ന് കൂടുതലാണ്. അപ്പോൾ കുറച്ചേറെ പണികളൊക്കെ ഉണ്ട്. ജിത്തു ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും നേരെ വിരിച്ചിടാൻ പറ്റിയില്ല. അപ്പം എഴുന്നേറ്റപ്പോഴത്തേനും ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചിടുന്നുണ്ട്. ഒരുപാട് നാളായിട്ടോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് വരുവേ. അത് പാതി വഴി ഉപേക്ഷിക്കുവാണെങ്കിൽ പിന്നെ നമ്മളതിൽ തിരിച്ചു വരാനായിട്ട് കുറച്ച് പാടായിരിക്കുമേ. ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കഷ്ടപ്പാടുണ്ടായി ചെയ്യുന്നതിൽ. വീഡിയോ എഡിറ്റ് ചെയ്യണം, വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. പിന്നെ അതേപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കണം. നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാടൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ച പണികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാൻഡിലൊന്നും ഫോൺ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാൻ മടിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് തന്നെ പഴയ പോലെ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഡേ മൈ ലൈഫ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഞാൻ തലേണ എടുത്ത് വെക്കാൻ നേരത്താണ് ഒരാൾ വന്ന് കൈ കൊണ്ടൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. വിരിച്ചിട്ട പാടെ കുളമാക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ആ സമയം ഞാൻ കൂളായിരുന്നു, ഒന്നും പറയാനോ കൊടുക്കാനോ തോന്നിയില്ല. മോനും ഇത് കണക്കാട്ടോ. നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അപ്പോൾ ഓടി വന്നിട്ട് ആളത് എടുത്ത് മാറ്റുവേ. ഇനി തൂത്തും കൂടി വരണം. വലിയ ചവളൊന്നും കാണത്തില്ല. ജസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി തൂത്തിടാൻ അത്രേ ഉള്ളൂ.
അപ്പോൾ റൂമിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. റൂം എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കും. പിന്നെ ബെഡ്ഷീറ്റ് മാത്രമായിരിക്കും അലമ്പാവുന്നത്. അതിൽ കിടന്നാൽ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തു വരില്ല കേട്ടോ. ആ രീതിക്കാണ് ഞാൻ കിടക്കുന്നത്. റൂമൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മോന് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് എനിക്കിനി ബാക്കി പണികൾ ചെയ്യാൻ പറ്റത്തോളേ. ദർശൂട്ടൻ പിന്നെ കുരങ്ങൻ്റെ ജന്മമാണെന്ന് തോന്നുന്നു കേട്ടോ. എപ്പം നോക്കിയാലും മണ്ടയിലായിരിക്കുമേ. താഴെ നിൽക്കുന്നത് വല്ലപ്പോഴും ഒക്കെ കാണത്തോളേ. നമുക്ക് ഏറ്റവും കൂടുതൽ പാട് പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാനാണേ. കാണുന്നവർക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയത്തോളേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര എഫേർട്ട് എടുത്താൽ കുഞ്ഞിനെ നോക്കുന്നതെന്ന് പോലും അറിയാതെ ഓരോരുത്തരും കുറ്റം പറയുന്നവരുണ്ടേ. അതൊക്കെ കേൾക്കുമ്പോഴാട്ടോ നമുക്ക് വിഷമം വരുന്നത്. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പം മോനാണെങ്കിൽ ടി വിയും കണ്ട് അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ തൂക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പറ്റത്തില്ല. ഇന്നെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ടി വിയൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും ശരിക്കും ചെയ്യാനൊന്നും തരത്തില്ല കേട്ടോ. കൂടെ വന്നിട്ട് അലമ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറയാലോ, എന്നും ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. ഡെയിലി ക്ലീനിങ് ഉണ്ട്. അപ്പം നമ്മളൊരു ദിവസം കുറച്ച് നേരമെങ്കിലും വൈകിപ്പോയാൽ ആ സമയത്തായിരിക്കും ആരെങ്കിലും വീട്ടിൽ കയറി വരുന്നത്. അപ്പോഴാണ് അലമ്പായി കിടക്കുന്നത്. എനിക്ക് മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇടുമ്പോൾ ആരും കാണത്തില്ല. പക്ഷെ ഒന്ന് നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒതുക്കാതിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരുന്നത്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇത് രാവിലത്തെ പാത്രമാണ്. അപ്പോൾ ഈ രാവിലത്തെ പാത്രം മോന് ഫുഡും കൂടി കഴിച്ചിട്ട് ആ പാത്രം കൂടി ചേർത്തിട്ട് കഴുകുക. പിന്നെ ഞാൻ കഴിക്കുന്നത് അന്നേരം കഴുകി വെക്കുക. നമ്മളൊരു പ്ലേറ്റല്ലേ എടുക്കത്തുള്ളൂ. അത് അന്നേരം കഴുകി വെക്കും. പിന്നെ ജിത്ത് കഴിക്കുമ്പോഴത്തേനും ഒരു 5-6 പാത്രമെങ്കിലും കാണും. അത് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് കഴുകി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ 3-4 ടൈം നമുക്ക് പാത്രം കഴുകുന്നതിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മൾ അന്നേരം കഴുകി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി മോൻ്റെ കുറച്ച് പുറത്തിടുന്ന തുണി കഴുകാനുണ്ടായിരുന്നേ. പിന്നെ ജിത്തിൻ്റെ 2 ജീൻസും ഉണ്ടായിരുന്നേ കഴുകാനായിട്ട്. അപ്പോൾ പുതിയതൊക്കെ നമ്മൾ കല്ലിൽ വെച്ചാണ് അലക്കുന്നത്. പഴയതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുവേ. അപ്പം ജീൻസ് അലക്കാനാണ് എനിക്ക് ഭയങ്കര പാട് വരുന്നത്. എനിക്കത് പിഴിയാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും കറയൊക്കെ പോകത്തില്ല കേട്ടോ വാഷിംഗ് മെഷീനിലിട്ടാൽ. അതുകൊണ്ട് കല്ലിൽ തന്നെ അലക്കിയാലേ പറ്റത്തോളേ. കുറച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് കല്ലിൽ നനയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നമുക്ക് പാടാണ്. ദേഷ്യവും വരും കുന്നുകൂടി കിടക്കുന്ന കാണുമ്പോഴത്തേനും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കുമ്പോഴത്തേനും ഒരുപാട് തുണിയാണ്. അതെനിക്ക് വിരിച്ചിടാനും ഇഷ്ടമല്ല. ഇതാകുമ്പോൾ നമ്മൾ തന്നെ അലക്കിയിട്ട് വിരിച്ചിടുമ്പോൾ ഒരു രസമാണ്. സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് 4-5 വെള്ളത്തിലൊക്കെ കഴുകി എടുക്കണം. ഈ ജീൻസാണ് എനിക്ക് പാട് വരുന്നത്. അത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കുമേ. പ്രത്യേകിച്ച് ബോയ്സിൻ്റെ ജീൻസാണ് പാട് വരുന്നത്. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് ജീൻസ് സോപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വാഷിംഗ് മെഷീനിലോട്ട് ഇടുവേ. അപ്പം അതിൽ ഉണക്കിയിട്ടാണ് ജീൻസ് കൊണ്ട് വിരിച്ചിടാറ്. ഇതിപ്പം വാഷിംഗ് മെഷീനിൽ അത്രയും തുണി കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ അത് എടുത്ത് മാറ്റിയിടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. മോൻ്റെ തുണിയെല്ലാം താഴെയാണ് വിരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ 2 ജീൻസ് ഞാൻ മുകളിൽ കൊണ്ട് വിരിച്ചിടുവാണ്. ഇവിടെ ആകുമ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുവേ. ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞാൽ അത്രയും വെള്ളമൊന്നും പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ പിഴിഞ്ഞ് കളയത്തോളേ. അപ്പോഴത്തേനും വെള്ളം അത് കെട്ടി നിൽക്കും. അപ്പം നല്ല വെയിൽ വേണമല്ലോ അത് ഉണങ്ങി കിട്ടാൻ. പിന്നെ ഈ ജീൻസ് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ കമ്പിയിൽ തൂക്കിയിട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കാൻ നേരത്തായിരുന്നേ ജിത്ത് വന്നത്. അപ്പം ജിത്തിന് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ തുണി അലക്കാനായിട്ട് പോയത്. അപ്പം മോനെയും കൂടി നോക്കുമല്ലോ. മോനും കൂടെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല തുണി നനയ്ക്കാനായിട്ട്. ഞാൻ ഈ മോൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. ആൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറും കേട്ടോ. ഫ്രണ്ടിലൊക്കെ കിടന്ന ചെരുപ്പൊക്കെ ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഷൂറാക്കൊക്കെ മേടിച്ചായിരുന്നു. അപ്പം അത് വന്നപ്പോഴത്തേനും കുറച്ച് ഒതുക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അങ്ങ് അടുക്കി വെക്കുന്നുണ്ടേ. നമ്മൾ റൂമിലൊക്കെ ചെരുപ്പ് വെക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് വെക്കുമ്പോഴാണ്. പിന്നെ പുറത്ത് വെക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി നോക്കണം. ചെരുപ്പ് കുടഞ്ഞിട്ട് മാത്രമേ എടുക്കാവുള്ളേ. ഈ പുറം കൂടി അടിച്ച് വരണം. അതുകൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പണിയും കംപ്ലീറ്റ് ആവുകയെ. ഇനി കുളിക്കണം, വിളക്ക് വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം അത്രയേ ഉള്ളേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേക്കും ബൈ.